നമസ്കാരം. ദേവകി ആസ്ട്രോ സെർച്ചിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജൂലൈ 5 മുതൽ ജൂലൈ 11 വരെ 27 നക്ഷത്രക്കാരുടെയും വാരഫലം പറയുന്നതിനായി ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. ഇടവത്തിൽ ചൊവ്വ, മിഥുനത്തിൽ ആദിത്യൻ, കർക്കിടകത്തിൽ ബുധൻ, വ്യാഴം, ചിങ്ങത്തിൽ ശുക്രൻ, കേതു, കുംഭത്തിൽ രാഹു, ശനി മീനത്തിലും, ചന്ദ്രൻ കുംഭം രാശി മുതൽ ഇടവം രാശി വരെ സംക്രമിക്കപ്പെടുകയും ചെയ്യുന്നു. ജൂലൈ 7 ബുധൻ വക്രഗതിയിൽ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നുണ്ട്. ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കണക്കിലെടുത്ത് ഈ ആഴ്ചയിലെ ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി. ഈ വാരം അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ തുടക്കങ്ങൾക്കും പ്രവർത്തന വിജയത്തിനും അനുകൂലമായ സമയമാണ്. തൊഴിൽ രംഗത്ത് ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുമെങ്കിലും ചിലവുകൾ നിയന്ത്രിക്കണം. കുടുംബത്ത് ഐക്യം വർദ്ധിക്കും. ദഹന സംബന്ധമായ അസ്വസ്ഥതകളും തലവേദനയും ശ്രദ്ധിക്കണം. ശിവദർശനവും സുബ്രഹ്മണ്യസ്വാമി പ്രാർത്ഥനയും ഉത്തമമാണ്. ഭരണി. ഈ വാരം പരിശ്രമങ്ങൾക്ക് യഥാർത്ഥ ഫലം ലഭിക്കുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് അംഗീകാരവും വ്യാപാരത്തിൽ സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. കുടുംബകാര്യങ്ങളിൽ ക്ഷമ പാലിക്കുന്നത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. അമിത ക്ഷീണവും ഉറക്കക്കുറവും ശ്രദ്ധിക്കണം. ദേവീ പ്രാർത്ഥനയും അന്നദാനവും ഗുണകരമാണ്. കാർത്തിക. ഈ വാരം തൊഴിൽ, സാമ്പത്തികം എന്നീ മേഖലകളിൽ നല്ല മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കും. പുതിയ കരാറുകളും വരുമാന വർധനവും പ്രതീക്ഷിക്കാം. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും. കഴുത്ത്, തൊണ്ട സംബന്ധമായ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കണം. മഹാലക്ഷ്മി പ്രാർത്ഥനയും ശിവക്ഷേത്ര ദർശനവും ഉത്തമമാണ്. രോഹിണി. ഈ വാരം കുടുംബ സൗഖ്യവും സാമ്പത്തിക സ്ഥിരതയും വർദ്ധിക്കുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിച്ചേക്കാം. വ്യാപാരികൾക്ക് അനുകൂലമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും. ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളും അലർജിയും ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാണ്. മകയിരം. ഈ വാരം പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് അംഗീകാരവും വ്യാപാരത്തിൽ പുരോഗതിയും പ്രതീക്ഷിക്കാം. കുടുംബത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അത് പരിഹരിക്കാൻ സാധിക്കും. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും. തലവേദനയും നാഡീ സംബന്ധമായ അസ്വസ്ഥതകളും ശ്രദ്ധിക്കണം. ഗണപതി പ്രാർത്ഥന ഉത്തമമാണ്. തിരുവാതിര. ഈ വാരം കഠിനാധ്വാനത്തിന് മികച്ച ഫലം ലഭിക്കും. ജോലിസ്ഥലത്ത് ഉയർച്ചയ്ക്കുള്ള അവസരങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനാകും. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. ദഹന പ്രശ്നങ്ങളും ഉറക്കക്കുറവും ശ്രദ്ധിക്കണം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഗുണകരമാണ്. പുണർദം. ഈ വാരം കുടുംബപരവും തൊഴിൽപരവുമായ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ അവസരം ലഭിക്കും. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിലും ഐക്യം വർദ്ധിക്കും. യാത്രകളിൽ ശ്രദ്ധ പാലിക്കുക. നെഞ്ച് സംബന്ധമായ അസ്വസ്ഥതകളും ദഹന പ്രശ്നങ്ങളും ശ്രദ്ധിക്കണം. ശിവദർശനവും ദേവീ പ്രാർത്ഥനയും ഉത്തമമാണ്. പൂയം. ഈ വാരം ഭാഗ്യാനുകൂല്യം വർദ്ധിക്കുന്ന സമയമാണ്. ജോലി, വ്യാപാരം എന്നിവയിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്ത് മംഗളകരമായ വാർത്തകൾ സന്തോഷം നൽകും. വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും. ജലദോഷം, അമിത ക്ഷീണം എന്നിവ ശ്രദ്ധിക്കണം. ശിവക്ഷേത്ര ദർശനവും പാലഭിഷേകവും ഗുണകരമാണ്. ആയില്യം. ഈ വാരം ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ കഴിയുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. കുടുംബത്ത് സമാധാനവും ഐക്യവും നിലനിൽക്കും. ഭൂമി, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാം. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, അലർജി, മാനസിക സമ്മർദ്ദം എന്നിവ ശ്രദ്ധിക്കണം. നാഗദേവതയ്ക്ക് പ്രാർത്ഥന നടത്തുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. മകം. ഈ വാരം മകം നക്ഷത്രക്കാർക്ക് തൊഴിൽ, സാമ്പത്തികം, കുടുംബം എന്നീ മേഖലകളിൽ അനുകൂലമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് പ്രവർത്തന മികവിന് അംഗീകാരം ലഭിക്കുകയും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും.
വ്യാപാരികൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ആഡംബര ചിലവുകൾ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. തലവേദന, കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കണം. ഞായറാഴ്ച സൂര്യ നമസ്കാരം നടത്തുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. പൂരം. ഈ വാരം പരിശ്രമങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലും അതിൽ വിജയം നേടാൻ കഴിയും. കുടുംബത്ത് മംഗളകരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. സാമ്പത്തികമായി സ്ഥിരത കൈവരും. അമിത ക്ഷീണവും ഉറക്കക്കുറവും ശ്രദ്ധിക്കണം. മഹാലക്ഷ്മി പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമാണ്. ഉത്രം. ഈ വാരം പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് അംഗീകാരവും വ്യാപാരത്തിൽ പുരോഗതിയും പ്രതീക്ഷിക്കാം. കുടുംബത്തെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. യാത്രകൾ ഗുണകരമാകും. ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളും അലർജിയും ശ്രദ്ധിക്കണം. ഗണപതി ക്ഷേത്ര ദർശനം ഉത്തമമാണ്. അത്തം. ഈ വാരം തൊഴിൽ രംഗത്ത് ആത്മവിശ്വാസം വർദ്ധിക്കുകയും പ്രവർത്തനങ്ങൾക്ക് മികച്ച അംഗീകാരം ലഭിക്കുകയും ചെയ്യും. സാമ്പത്തികമായി പുരോഗതി കൈവരും. കുടുംബത്ത് സമാധാനവും സന്തോഷവും നിലനിൽക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനാകും. നാഡീ സംബന്ധമായ അസ്വസ്ഥതകളും ഉറക്കക്കുറവും ശ്രദ്ധിക്കണം. ഗണപതി പ്രാർത്ഥന ഗുണകരമാണ്. ചിത്തിര. ഈ വാരം പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ അനുകൂലമായ സമയമാണ്. ജോലിസ്ഥലത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ഈ വാരം പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ അനുകൂലമായ സമയമാണ്. ജോലിസ്ഥലത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും വ്യാപാരത്തിൽ ലാഭം വർദ്ധിക്കുകയും ചെയ്യും. കുടുംബത്ത് ഐക്യം നിലനിൽക്കുകയും സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുകയും ചെയ്യും. തലവേദനയും ദഹന സംബന്ധമായ അസ്വസ്ഥതകളും ശ്രദ്ധിക്കണം. ശിവക്ഷേത്ര ദർശനവും ദേവീ പ്രാർത്ഥനയും ഉത്തമമാണ്. ചോതി. ഈ വാരം തൊഴിൽ, വ്യാപാരം എന്നിവയിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ കരാറുകളും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കും. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കാം. കഴുത്ത് സംബന്ധമായ അസ്വസ്ഥതകളും അമിത ക്ഷീണവും ശ്രദ്ധിക്കണം. മഹാലക്ഷ്മി പ്രാർത്ഥന ഗുണകരമാണ്. വിശാഖം. ഈ വാരം പ്രവർത്തനങ്ങളിൽ വിജയം നേടാൻ കഴിയുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് അംഗീകാരവും വ്യാപാരത്തിൽ സാമ്പത്തിക പുരോഗതിയും പ്രതീക്ഷിക്കാം. കുടുംബത്ത് ഐക്യവും സന്തോഷവും വർദ്ധിക്കും. ദാമ്പത്യ ജീവിതം അനുകൂലമാകും. ഉറക്കക്കുറവും രക്തസമ്മർദ്ദ വ്യതിയാനവും ശ്രദ്ധിക്കണം. സുബ്രഹ്മണ്യ സ്വാമി ദർശനം ഉത്തമമാണ്. അനിഴം. ഈ വാരം ആത്മവിശ്വാസം വർദ്ധിക്കുകയും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വിജയകരമായി നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കും. കുടുംബത്ത് സന്തോഷം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി ഉണ്ടാകും. തലവേദനയും കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകളും ശ്രദ്ധിക്കണം. നാഗദേവതയ്ക്ക് പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമാണ്. തൃക്കേട്ട. ഈ വാരം തൊഴിൽ, സാമ്പത്തികം, കുടുംബജീവിതം എന്നിവയിൽ അനുകൂലമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. വ്യാപാരികൾക്ക് സാമ്പത്തിക നേട്ടങ്ങളും പുതിയ ഇടപാടുകളും പ്രതീക്ഷിക്കാം. കുടുംബത്ത് സമാധാനവും ഐക്യവും നിലനിൽക്കും. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവ ശ്രദ്ധിക്കണം. ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും നാഗദേവതയ്ക്ക് പ്രാർത്ഥന നടത്തുന്നതും ഉത്തമമാണ്. മൂലം. ഈ വാരം മൂലം നക്ഷത്രക്കാർക്ക് തൊഴിൽ, സാമ്പത്തികം, കുടുംബം എന്നീ മേഖലകളിൽ അനുകൂലമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യും. വ്യാപാരികൾക്ക് പുതിയ കരാറുകളും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കും. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി പ്രതീക്ഷിക്കാം. കാലുവേദന, ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കണം. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ഗുരു പ്രാർത്ഥനയും ഉത്തമമാണ്. പോരാടം. ഈ വാരം കഠിനാധ്വാനത്തിന് യഥാർത്ഥ ഫലം ലഭിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് ഉയർച്ചയ്ക്കുള്ള അവസരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. കുടുംബത്ത് ഐക്യവും സമാധാനവും വർദ്ധിക്കും. യാത്രകൾ ഗുണകരമാകും.
വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും. അമിത ക്ഷീണവും ഉറക്കക്കുറവും ശ്രദ്ധിക്കണം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഗുണകരമാണ്. ഉത്രാടം. ഈ വാരം തൊഴിൽ, വ്യാപാരം, കുടുംബജീവിതം എന്നിവയിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ഉത്തരവാദിത്വങ്ങൾ വിജയകരമായി നിർവഹിക്കാൻ സാധിക്കും. സാമ്പത്തികമായ സ്ഥിരത കൈവരും. കുടുംബത്ത് മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. മുട്ടുവേദന, സന്ധിവേദന എന്നിവ ശ്രദ്ധിക്കണം. ശനീശ്വര പ്രാർത്ഥനയും മഹാവിഷ്ണു ദർശനവും ഉത്തമമാണ്. തിരുവോണം. ഈ വാരം പ്രവർത്തന മികവിന് അംഗീകാരവും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. വ്യാപാരികൾക്ക് വികസനത്തിനുള്ള സാധ്യതകൾ തെളിയും. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളും അമിത ക്ഷീണവും ശ്രദ്ധിക്കണം. മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ഉത്തമമാണ്. അവിട്ടം. ഈ വാരം പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ അനുകൂലമായ സമയമാണ്. തൊഴിൽ രംഗത്ത് അംഗീകാരവും വ്യാപാരത്തിൽ സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. കുടുംബത്ത് ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കും. സാമ്പത്തികമായി പുരോഗതി കൈവരും. സന്ധിവേദനയും നാഡീ സംബന്ധമായ അസ്വസ്ഥതകളും ശ്രദ്ധിക്കണം. ശനീശ്വര പ്രാർത്ഥനയും ഹനുമാൻ ക്ഷേത്ര ദർശനവും ഗുണകരമാണ്. ചതയം. ഈ വാരം തൊഴിൽ, വ്യാപാരം എന്നിവയിൽ നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടാകും. പുതിയ കരാറുകളും വരുമാന വർധനവും പ്രതീക്ഷിക്കാം. കുടുംബത്ത് സമാധാനവും സന്തോഷവും നിലനിൽക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും. കാലുവേദനയും ഉറക്കക്കുറവും ശ്രദ്ധിക്കണം. ശനിയാഴ്ച ശനീശ്വര പ്രാർത്ഥന നടത്തുന്നത് ഉത്തമമാണ്. പൂരുരുട്ടാതി. ഈ വാരം പ്രവർത്തനങ്ങൾക്ക് അംഗീകാരവും സാമ്പത്തിക പുരോഗതിയും ലഭിക്കുന്ന സമയമാണ്. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. വ്യാപാരികൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. ദഹന സംബന്ധമായ അസ്വസ്ഥതകളും അലർജിയും ശ്രദ്ധിക്കണം. മഹാവിഷ്ണു പ്രാർത്ഥന ഗുണകരമാണ്. ഉത്രട്ടാതി. ഈ വാരം തൊഴിൽ രംഗത്ത് മികച്ച പുരോഗതിയും പുതിയ അവസരങ്ങളും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കും. കുടുംബത്ത് മംഗളകരമായ വാർത്തകൾ സന്തോഷം നൽകും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം വർദ്ധിക്കും. കാലുവേദനയും അമിത ക്ഷീണവും ശ്രദ്ധിക്കണം. വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ഉത്തമമാണ്. രേവതി. ഈ വാരം തൊഴിൽ, സാമ്പത്തികം, കുടുംബജീവിതം എന്നിവയിൽ അനുകൂലമായ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് പുതിയ അവസരങ്ങളും അംഗീകാരവും ലഭിക്കും. വ്യാപാരികൾക്ക് സാമ്പത്തിക നേട്ടങ്ങളും പുതിയ ഇടപാടുകളും പ്രതീക്ഷിക്കാം. കുടുംബത്ത് സന്തോഷവും സമാധാനവും നിലനിൽക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി ഉണ്ടാകും. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, അലർജി, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കണം. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും മഞ്ഞൾ ദാനം ചെയ്യുന്നതും ഉത്തമമാണ്. ജൂലൈ 5 മുതൽ ജൂലൈ 11 വരെയുള്ള വാരഫലമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ അയയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.